കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഓസ്കാറിന്റെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫിഷിനെക്കാട്ടും എൻക്വയറി വന്നത് ഈ ടാങ്ക് എവിടെ നിന്നാണ്, ഇത് എന്തിന്റെ ടാങ്ക് ആണെന്ന് കേട്ടോ. ഇപ്പോഴത്തെ മോഡൽ ബയോഗ്യാസ് പ്ലാന്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടാങ്ക് ആണ് ഇത് കേട്ടോ. ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്ന ഒരു പോർഷൻ കൂടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. രണ്ടിനും കൂടെ ആയിട്ട് നമുക്ക് 2000 രൂപയാണ് പ്രൈസ് ആയിട്ടുള്ളത്. ഇതിൽ വലിയൊരു ഹോൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒരു വിധത്തിൽ അറാൾഡൈറ്റ് ഒക്കെ വെച്ചിട്ട് അടച്ചെടുക്കുകയാണ് ചെയ്തത്. ബയോഗ്യാസിന്റെ പർപ്പസിന് ഇത് മേടിക്കുകയാണെങ്കിൽ വലിയ എമൗണ്ട് ആവും. പക്ഷെ നമുക്കിത് കിട്ടിയത് ഒരു സ്ക്രാപ്പ് ഷോപ്പിൽ നിന്നാണ്. വലിയ എമൗണ്ട് ആയിട്ടില്ല. വണ്ടിക്കൂലി എല്ലാം കൂടെ അടക്കം ഒരു 2500 രൂപയ്ക്ക് സാധനം നമ്മൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായില്ലേ നമ്മുടെ റെട്ടൈൽ ക്യാറ്റ് ഫിഷിനെ കാണിച്ചിട്ട്, അതിനെ കാണിക്കാത്ത വേറെ ഒന്നുമല്ല, അത് ഡെഡ് ആയി പോയിട്ടോ. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരെണ്ണത്തിന് മേടിക്കണം. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു 10 ഇഞ്ച് അബോ സൈസ് ഉള്ളത് സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കുറെ മുൻപ് നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ടായിരുന്ന ഫിഷായിരുന്നു ഈ പോളാർ ബ്ലൂ. ഷ്രിമ്പിനെ ഡെവലപ്പ് ചെയ്യാൻ നേരത്തെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയായിരുന്നു. ഇപ്പൊ വളരെ കുറച്ച് ഐറ്റം ഞാൻ കളക്ട് ചെയ്തു. ഈ ചെറിയ പീസിന് 30 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് ഇത് കളക്ട് ചെയ്തത് കേട്ടോ. ഈ വലിപ്പമുള്ളത് പക്ഷെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ ആൽബിനോ കോയി ഒരു ട്രയോ മേടിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മെയിലും ഒരു ഫീമെയിലും ഡെഡ് ആയി പോയി. ലാസ്റ്റ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഫീമെയിൽ മാത്രമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ ഒരു 2-3 പേരും കൂടി ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ നിർത്താം. നിങ്ങളുടെ ടാങ്കിൽ അസോളത ഇതേപോലെ സ്പ്രെഡ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. അതിൽ ഷ്രിമ്പാണ് കിടക്കുന്നതെങ്കിൽ ഇതിന്റെ അടിയിലോട്ട് തീരെ ലൈറ്റ് എത്തത്തില്ല. അടിയിലുള്ള പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം ഡെഡ് ആയി പോകും. വെള്ളത്തിന്റെ ക്വാളിറ്റി പറ്റ മോശമാകും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റുന്നത്ര ഒരു 50% എങ്കിലും അസോള ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷ്രിമ്പോ എന്ത് ഫിഷ് ആണെങ്കിലും സർവൈവ് ചെയ്യും.